എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള KLearn പഠന പോർട്ടലുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് തന്നെ ലഭിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ KLearn പഠന പോർട്ടൽ ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിയ 4 വർഷ ബിരുദത്തിൻ്റെ ആദ്യ ബാച്ച് 4ാം സെമസ്റ്ററിലേക്ക് കടക്കുന്ന ഡിസംബറിൽ KLearnന് തുടക്കമാകുന്നതാണ്. നിലവിൽ 4 വർഷ ബിരുദത്തിലുള്ള പ്രധാന മേജർ മൈനർ കോഴ്സുകളുടെ ഓൺലൈൻ ഉള്ളടക്കം ക്ലാസ്സുകളായി തന്നെ പോർട്ടലിൽ ലഭിക്കുന്നതാണ്. കോളേജിൽ ഹാജരാകാത്ത ദിവസത്തെ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. ക്ലാസ്സിൽ പഠിച്ചവർക്ക് വിഷയം വീണ്ടും മനസ്സിലാക്കി പഠിക്കുവാനും ഇത് പ്രയോജനപ്പെടുന്നതാണ്. ആദ്യഘട്ടത്തിൽ 50 കോഴ്സുകൾ ലഭ്യമാകുന്നതാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാകുന്ന UGCയുടെ വിദേശ സർവകലാശാലയിലെ കോഴ്സെറ, എഡെക്സ് എന്നീ പോർട്ടലുകൾക്ക് സമാനമായിട്ടാണ് കേരളം സ്വന്തം നിലയിൽ വികസിപ്പിക്കുന്ന KLearn എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പ്രധാനമായിട്ടും 4 വർഷ ബിരുദത്തിൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുവാൻ ലക്ഷ്യമിട്ടാണിത്. ഒപ്പം തന്നെ കോളേജുകളിലെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളുടെ ഓൺലൈൻ ഉള്ളടക്കം, നൈപുണ്യ കോഴ്സുകൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള 3 തരം കോഴ്സുകളുടെ പഠന രീതിയാണ് KLearnന്റെ പ്രത്യേകത. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് കീഴിൽ പ്രധാനമായിട്ടും ടീച്ചിങ് ലേണിംഗ് അതിൻ്റെ കോഴ്സുകൾ തയ്യാറാക്കുന്നതാണ്. പ്രധാനമായിട്ടും സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് സ്വന്തമായിട്ട് കോഴ്സുകൾ വികസിപ്പിച്ച് KLearn വഴി ലഭ്യമാകുന്നതാണ്. പഠനം KLearn വഴിയാണെങ്കിലും പരീക്ഷകൾ അതത് സർവകലാശാലകൾ നടത്തുന്നതാണ്. ഓൺലൈൻ കോഴ്സുകളിലൂടെ നേടേണ്ടത് ഡിഗ്രിക്ക് 8ഉം ഓണേഴ്സിന് 12ഉം ക്രെഡിറ്റ് ആണെങ്കിൽ 3-4 ക്രെഡിറ്റ് വീതമുള്ള കോഴ്സുകൾ KLearn ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.